ഒരുങ്ങിയിരിക്കുക. സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല, കാലാവസ്ഥ മെച്ചമാണ്, ആളുകൾക്ക് എതിർപ്പൊന്നുമില്ല, ആരോഗ്യമുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല കർത്താവിന്റെ വചനം പ്രസംഗിക്കാനും കർത്താവിനെ സാക്ഷിക്കാനും കഴിയേണ്ടത്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, അസൗകര്യങ്ങളുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലും കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം, സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കണം. കാരണം ഇത് ഒരു അർജന്റായ, ഇത് ഒരു അടിയന്തരമായ സന്ദേശമാണ്. റിച്ചാർഡ് ബാക്സ്റ്റർ എന്നു പേരുള്ള ഒരു വലിയ ദൈവദാസനുണ്ടായിരുന്നു. അനേകായിരങ്ങളെ കർത്താവിലേക്ക് ചേർക്കുവാൻ ദൈവകരങ്ങളിൽ ഇണങ്ങിയ ആയുധമായ ഒരു ദൈവഭൃത്യനായിരുന്നു റിച്ചാർഡ് ബാക്സ്റ്റർ. അദ്ദേഹം തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാൻ നിൽക്കുമ്പോഴൊക്കെയും മരിക്കുവാൻ പോകുന്നവരോട് പ്രസംഗിക്കുന്നത് പോലെയാണ് പ്രസംഗിച്ചത്. ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ താൻ രോഗം നിറഞ്ഞവനായി കിടക്കയിൽ കിടക്കുകയായിരുന്നു എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. എന്നാൽ താൻ ഒരു കാര്യം മനസ്സിലാക്കി: മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ, തന്റെ ആയുസ്സും എന്ന് തീരും തനിക്കറിഞ്ഞുകൂടായിരുന്നു. അത് ദൈവത്തിനെ അറിയൂ. അതിനെക്കുറിച്ച് തനിക്കൊരു പരാതിയുമില്ല. എന്നാൽ തന്റെ മനോഭാവം, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇന്നത്തെ എന്റെ പ്രസംഗം എന്റെ അവസാനത്തെ പ്രസംഗമാകാം. അതുകൊണ്ട് റിച്ചാർഡ് ബാക്സ്റ്റർ ഓരോ പ്രാവശ്യവും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഇതെന്റെ ലാസ്റ്റ് പ്രസംഗമാകാം എന്ന് കരുതിയാണ് പ്രസംഗിച്ചത്. അതുപോലെ കേൾവിക്കാരോടുള്ള ബന്ധത്തിലും തനിക്കറിഞ്ഞുകൂടാ ആ കേൾവിക്കാർക്ക് ഇനിയും പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടാകുമോ, അല്ല അവർ അല്ലെങ്കിൽ അവരിൽ ചിലർ അന്ന് തന്നെ മരണത്താൽ മാറ്റപ്പെടുമോ, തനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് താൻ പരിഗണിച്ചത് മരണാസന്നരായിട്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത് പോലെ എന്നാണ്. നിങ്ങൾക്ക് അനുമാനിക്കാമോ? ഒരു മനുഷ്യൻ തന്റെ ആയുസിന്റെ അവസാനത്തെ പ്രസംഗം, ഒരു കൂട്ടം ജനങ്ങള് മരണത്തിന് തൊട്ടു മുൻപ് അവസാനം സുവിശേഷം കേൾക്കുന്നവർ, അങ്ങനെ ആയാൽ ആ പ്രസംഗം എങ്ങനെയുള്ളതായിരിക്കും? തീജ്വാല പോലെയുള്ളതായിരിക്കും. വെറുതെയല്ല റിച്ചാർഡ് ബാക്സ്റ്ററുടെ ശുശ്രൂഷയാൽ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അടിയന്തരമായി കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കാര്യമായിട്ടാണ്. കാരണം ഇത് ലോകപ്രകാരം എന്തെങ്കിലും നേടാനോ സമ്പാദിക്കാനുള്ള ഉപാധിയല്ല. ഇത് നിത്യമായ ജീവൽ മരണത്തിന്റെ വിഷയമാണ്. ഈ സുവിശേഷത്തെ ആശ്രയിച്ചിരിക്കും കേൾവിക്കാരുടെ നിത്യത, അവർ നരകത്തിലോ സ്വർഗത്തിലോ ചെലവഴിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുന്നു. സുവിശേഷം കേവലം ചേതനയേറ്റ കുറെ വാക്കുകളല്ല, സുവിശേഷം നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ദൈവശക്തിയാണ്. അടിയന്തരമായിട്ട് അത് നൽകുവാൻ ആവശ്യമുണ്ട്. പിശാചിന്റെ കൈകളിൽ അടിമകളായിരിക്കുന്നവർ വിടുവിക്കുവാൻ ഈ സുവിശേഷം എന്ന ഒറ്റമൂലിയേ ഉള്ളൂ. അതാണ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. തിമോത്തിയോസേ, നീ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. നാം ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ ചോദിക്കാം. മൂന്നാമതായിട്ട് അവിടെ കാണുന്നതായ 2-ാം വാക്യത്തിൽ കാണുന്ന ഒരു പ്രയോഗം, വചനം പ്രസംഗിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ദൂത്, സന്തുലിതമായ ഒരു ദൂത് നൽകണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വചന ശുശ്രൂഷയിൽ, സുവിശേഷ പ്രസംഗത്തിൽ നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രമല്ല, ക്രിയാത്മകമായ കാര്യങ്ങളും വേണം. എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ദൈവകോപത്തെക്കുറിച്ച്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ആശയങ്ങൾ മാത്രമല്ല, അത് വേണം. പക്ഷെ അത് മാത്രമല്ല, സ്വർഗത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അതും വേണം. ബാലൻസ്ഡ് ആയിരിക്കണം. ചിലപ്പോഴൊക്കെ നമ്മുടെ അപാരമായ ആവേശം നിമിത്തം ഒന്നുകിൽ നരകത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവകോപത്തെക്കുറിച്ചും മാത്രം ഊന്നി പറയാനായിട്ട് പ്രേരണയുണ്ടാകും. അതിന്റെ പുറകിൽ മറുവശം വിട്ടുകളയാനിടയുണ്ട്.
അതേസമയത്ത് ചുരുക്കം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യമരണം, നരകം, ശാപം, ദൈവത്തിന്റെ ക്രോധം ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവർണ്ണനീയമായ ദൈവത്തിന്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം, ദൈവം പകരുന്ന കൃപ, സ്വർഗത്തിലെ ജീവിതം, ഈ വക കാര്യങ്ങളെ മാത്രമായിട്ട് അങ്ങ് പറയാൻ ശ്രമിക്കുക. അല്ലല്ല. തിമോഥെയോസിനോട് പറയുമ്പോൾ ആ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ് സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക. അപ്പോൾ ഉപദേശം വേണം, ശാസന വേണം, തർജ്ജനം ചെയ്യുക, മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട്, പ്രബോധിപ്പിക്കുക. ആ വാക്കിന്റെ മൂലഭാഷയ്ക്ക് ആശ്വസിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അർത്ഥങ്ങളുണ്ട്. ഇവയെല്ലാം കലർന്നതായിരിക്കണം ദൈവവചനത്തിന്റെ ശുശ്രൂഷ. സുവിശേഷ ഘോഷണത്തിലും ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. തിമോഥെയോസിന് നൽകിയ ആ പ്രബോധനം ഇന്ന് നമുക്കും ഉൾക്കൊള്ളുവാൻ വളരെ ആവശ്യമുണ്ട്. 4-ാമതായിട്ട് പറയുന്ന കാര്യവും ആ 2-ാം വാക്യത്തിൽ തന്നെയുണ്ട്. അത് സകല ദീർഘക്ഷമയോടും കൂടെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒരു ആത്മാവിനോട് വ്യക്തിപരമായിട്ടോ ഒരു കൂട്ടത്തോട് സമൂഹമായിട്ടോ നാം ഇടപെടുമ്പോൾ, അവരെ ദൈവവചനം, സുവിശേഷം അറിയിക്കുമ്പോൾ സകല ദീർഘക്ഷമയോടും എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേഗതയുടെ ആവശ്യമില്ല. അവരെ രക്ഷിക്കപ്പെടുത്തുവാൻ, അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുവാൻ തക്കവണ്ണം, അവരെ ഏറ്റുപറയിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബന്ധപ്പാടൊന്നും വേണ്ട. ക്ഷമയോടെ ശുശ്രൂഷ ചെയ്താൽ മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ വിടൂ. പരിശുദ്ധാത്മാവാണ് ഹൃദയത്തിൽ കുറ്റബോധം വരുത്തുന്നത്. അതുകൊണ്ട് ദീർഘക്ഷമയോടെ. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സംഭവിച്ചതൊന്നും ആകാൻ സാധ്യതയില്ല. എങ്കിലും ആ കഥ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആശയത്തെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഥ എന്താണെന്നറിയാമോ? ഒരു ഉപദേശി ഒരു ഓഡിറ്റോറിയത്തിൽ കൂടി വന്ന ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചു. തൻ്റെ കണക്കുകൂട്ടലിൽ അതിശക്തിയോടെയാണ് സുവിശേഷം പ്രസംഗിച്ചത്. ഒരുപാട് പേര് രക്ഷിക്കപ്പെടും എന്നാണ് തൻ്റെ ഹൃദയത്തിൽ തോന്നിയത്. താൻ ഒടുവിൽ ഒരു ആഹ്വാനം കൊടുത്തപ്പോൾ ഒരൊറ്റയാള് മുമ്പോട്ട് വന്നില്ല. അല്പം ആവർത്തിച്ച് താൻ ആ ഓൾട്ടർ കോൾ, ആ ആഹ്വാനം കൊടുത്തു. ആരും മുൻപോട്ട് വന്നില്ല. ഉപദേശിയുടെ ക്ഷമയൊക്കെ കെട്ടു. ഉപദേശി വോളണ്ടിയർമാരൊക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാ വാതിലും ജനലുകളും അടക്കി, രക്ഷിക്കപ്പെടാതെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണത്തിന് പുറത്തു വിടരുത്. അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. എന്നാലും ഞാൻ ചൂണ്ടിക്കാണിച്ചത് പൗലോസ് തിമോഥെയോസിനോട് പറയുക, സകല ദീർഘക്ഷമയോടും. ചിലപ്പോൾ നീ വിചാരിക്കാത്ത നാഴികയിൽ നിന്റെ പ്രസംഗത്തിൽ പലർ രക്ഷിക്കപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ അതുപോലെ തന്നെ നീ പ്രതീക്ഷിച്ച നാഴികയിൽ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. ആ കാര്യങ്ങൾ കർത്താവിന് വിടുക. നീ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ വചനം പ്രസംഗിക്കുക. ക്ഷമയോടെ നിന്റെ ശുശ്രൂഷ നിറവേറ്റുക. 5-ാമതായിട്ട് കാണുന്ന കാര്യം അതിന്റെ 1-ാം വാക്യത്തിലാണ് കാണുന്നത്. അവിടെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെ. ജീവികൾക്കും മരിച്ചവർക്കും. ഇവിടെ മരിച്ചവരെന്ന് പറഞ്ഞത് ശാരീരികമായി മരിച്ചുപോയി അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല, ആത്മാവിൽ മരിച്ചവരെ സംബന്ധിച്ചാണ്, പാപത്തിൽ മരിച്ചവരെ സംബന്ധിച്ചാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ന്യായവിധി നൽകുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു ആ വെള്ളസിംഹാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, മരിച്ചവരെ ആബാലവൃദ്ധം അവന്റെ മുൻപാകെ കൂട്ടിവരുത്തി. അവിടെ മരിച്ചവർ എന്ന് പറഞ്ഞത് ശരീരത്തിൽ മരിച്ചു പോയിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ആത്മാവിൽ മരിച്ചവരായ, 2-ാം മരണമായ നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടവരായ ആളുകളെ കൂട്ടിവരുത്തിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തിമോഥെയോസിനോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ വചനം പ്രസംഗിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? മരിച്ചവരെ ന്യായം വിധിക്കുന്നവനാണ് കർത്താവ്. മരിച്ചവരെ അഥവാ രക്ഷിക്കപ്പെടാത്തവരെ, സുവിശേഷം അനുസരിക്കാത്തവരെ നിത്യ നരകാഗ്നിയിൽ തള്ളിയിടുന്നവനാണ് കർത്താവ്. നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച്, നരകത്തിന്റെ രൂക്ഷമായ അവസ്ഥയെക്കുറിച്ച് തിമോഥെയോസെ നീ മനസ്സിലാക്കണം, നീ ഭയപ്പെടണം. പക്ഷെ വേറെ കാര്യം, തിമോഥെയോസ് എന്തിനാ നരകത്തെക്കുറിച്ച് പേടിക്കുന്നത്? തിമോഥെയോസ് അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചതല്ലേ? അതുപോലെ വിശ്വാസികളായി നാം കർത്താവിനെ സാക്ഷിക്കുമ്പോൾ
നരകത്തിന്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞെട്ടലോടെ ചിന്തിക്കേണ്ട കാര്യം എന്താ? നാം അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചവരല്ലേ? അതെ. എന്നാലും നരകത്തെക്കുറിച്ച് ഓർക്കുകയും